പിന്നെ ഈ ചേരയുടെയും മൂർഖന്റെയും കാര്യം നിങ്ങൾ പറഞ്ഞു. അപ്പൊ ചേര ബേസിക്കലി എന്താണ് ചേര എന്ന് വെച്ചാൽ, ചേര കഴിക്കുന്നത് എലി അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഷഡ്പദങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനമാണ് ചേര കഴിക്കുന്നത്. ചേരയുടെ പ്രത്യേകത എന്താണ്? നമ്പർ 1 പ്രത്യേകത അതിന്റെ സ്പീഡാണ്. നിങ്ങൾ ചേര എഴിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ടോ? വളരെ സ്പീഡ്. നമ്മൾ ചുറ്റും കാണുന്ന പാമ്പുകൾ വളരെയധികം സ്പീഡുള്ളതാണ്. സ്ലിതറിങ് പറയുന്നത്. പിന്നെ ക്വൈറ്റ് പവർഫുൾ ആണ്, നല്ല സ്റ്റാമിന ഉള്ളതാണ്. വലിയ ചേരകളൊക്കെ വളരെ വലുതാണ്, കുഞ്ഞൻ ചേരകളൊക്കെ ഉണ്ട്. പക്ഷേ ചേര മനുഷ്യന്റെ ഇതായിട്ടൊക്കെ കരുതുന്നുണ്ട്. പക്ഷെ ചേരക്ക് ഒരു പ്രത്യേകത ഉള്ളത് ഈ ഒഫിയോഫേഗസ് അല്ല, അതായത് പാമ്പ് തീനിയല്ല, മറ്റു പാമ്പുകളെ തിന്നുന്ന ഒരു രീതിയില്ല. അതെന്തുകൊണ്ടെന്നോ അതും പരിണാമമാണ്. കാര്യം ഈ ചേര ചിലപ്പം വേറെ കൊച്ചു ചേരകളെ തിന്നുമായിരിക്കും ഒരു പക്ഷേ, എന്നാലും അത് അപൂർവമാണ്. അത് പാമ്പ് തീനി വർഗത്തിൽപ്പെട്ടതല്ല. വളരെ റെയറായിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു തേര വേറൊരു തേര തിന്നുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എന്താ പറയാ, ചില എക്സെപ്ഷണൽ കേസുകളാണ്. ബേസിക്കലി അതൊരു പാമ്പ് തീനിയല്ല. പാമ്പ് തീനി അല്ല എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഒരു കുഞ്ഞു മൂർഖൻ ഇതിനെ ഒരു ചേര കാണുകയാണെങ്കിൽ ഇത് പാമ്പ് തീനി ആണെങ്കിൽ അവിടെ ഒരു എന്താ പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂർഖൻ ജനിക്കുന്ന ഒരു കുഞ്ഞു മൂർഖൻ സൈസ് ചെറുതായിരിക്കും, സ്റ്റാമിന ചെറുതായിരിക്കും, ഒക്കെ ശരിയാണ്. ഒരു ചേരയ്ക്ക് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ വിഷപ്പല്ലുകളും വിഷസഞ്ചി എല്ലാം ഒരു അഡൾട്ടിനുള്ള അതേ ലെവലിൽ തന്നെയാണുള്ളത്. ഇൻ ദ സെൻസ് ആ വിഷം, ഫാങ്സ് പോട്ടെ, ആ വിഷം പെർഫെക്റ്റ്ലി അതിന് പ്രായമൊന്നുമില്ല. അത് ഒരു ടോക്സിക് ആണ്. അതായത് ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഒരു തോക്ക് ഇരിക്കുന്നതും വലിയൊരാളുടെ ഇരിക്കുന്ന തോക്കും, 2 തോക്കും എടുത്തു വെച്ച് വെടിവെച്ചാൽ മരിക്കും. ചിലപ്പോൾ കൊച്ചു കുട്ടിക്ക് തേക്ക് നേരെ പിടിക്കാൻ പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ, ഈ കുഞ്ഞു പാമ്പിന്റെ വിഷവും വലിയ പാമ്പിന്റെ വിഷവും ഒക്കെ തമ്മിൽ വിഷം വളർന്ന് വലുതായി അങ്ങനെ ഒരു വിഷയമില്ല. മുറ്റിയ പാമ്പ് കടിച്ചു എന്നൊന്നും കരുതേണ്ടതില്ല. അപ്പം ഈ കഴിക്കുന്ന പാമ്പിന്റെ, ഇപ്പൊ ഒരു കൊച്ചു മൂർഖനെ ഒരു ചേര കഴിച്ചു കഴിഞ്ഞാൽ അത് വിഴുങ്ങിക്കഴിയുമ്പോൾ അതിന്റെ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും ചെറിയ കട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവോ, സാധാരണ അത് വരാമല്ല, ഈ എന്താണ് ഇവനെയൊക്കെ എലിയൊക്കെ തിന്നുന്ന എലിയൊക്കെ ഇങ്ങനെ തള്ളി കയറ്റുമ്പോൾ അവിടെയൊക്കെ ആ ട്യൂബിന്റെ സ്ഥലങ്ങളിൽ മുറിവോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കുഞ്ഞു മൂർഖനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ ആ വിഷം അതേ കണക്കിരിക്കുക. അത് തന്നെ ചേരയുടെ ഏതെങ്കിലും മുറിവുകളിലൊക്കെ പറ്റി കഴിഞ്ഞാൽ ചേര വടിയാവും. അല്ലെങ്കിലും ചേരയുടെ ഉള്ളിൽ ആമാശ എന്ന് കഴിഞ്ഞാലും ഈ വിഷം, അതായത് മൂർഖന്റെ വെനം ദഹിപ്പിക്കാനായിട്ടുള്ള വ്യവസ്ഥ അവിടെ ഇല്ല. അതേസമയം രാജവെമ്പാലയ്ക്കുണ്ട്. ഈ ഒഫിയോഫേഗസ് ആയിട്ടുള്ള ഒരു പാമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തിന്നുന്ന പാമ്പുകൾ വിഷമുള്ളതാണെങ്കിൽ പോലും അതിനെ ആന്തരികമായിട്ട് ഡീകൺസ്ട്രക്ട് ചെയ്യാനും നശിപ്പിക്കാനും ഉള്ള ദഹന വ്യവസ്ഥ ആ പാമ്പുകൾക്കുണ്ടാവും. അത് ചേരക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ചേര ഫേഗസ് ആവാത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, കോംപ്ലിമെന്ററി ആണ്. ഒരു ഗുണം ഉള്ളത് ആണ് മറ്റൊരു ഗുണം ഇല്ലായ്മയിലേക്ക് നയിക്കുന്നത്. അപ്പൊ ചേര എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, ബേസിക്കലി രണ്ടും ഒരു നീച്ചിൽ വന്നു. ഒരു നീച്ചിൽ രണ്ടും വരാൻ കാരണം, ഇപ്പൊ ഒരു മൂർഖന്റെ മുന്നിൽ ഒരു ചേര വന്നു കഴിഞ്ഞാൽ ബേസിക്കലി ചേരയ്ക്ക് സ്കോപ്പ് ഒന്നുമില്ല. മൂർഖന് ഒരൊറ്റ ബൈറ്റ് മതി. ചേരയ്ക്ക് എന്താണ് 1000 മൽപ്പിടുത്തം വേണ്ടിവരും. ചേരയ്ക്ക് ഒരുപക്ഷെ മൂർഖനെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷെ എന്നിരുന്നാലും ചേരയ്ക്ക് ഒരൊറ്റ ബൈറ്റിൽ തീരുന്ന കേസുകൾ. അതുകൊണ്ട് ചേരയ്ക്ക് ഒരു രീതിയിലെ മൂർഖനെതിരെ വിജയിക്കാൻ പറ്റൂ, ഓടി രക്ഷപ്പെട്ട് അല്ലെങ്കിൽ എഴിഞ്ഞ് രക്ഷപ്പെട്ട് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ഒരു നീച്ചിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് വന്നുകൂടാ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഭൂരിപക്ഷം പാമ്പുകളും വിഷം ഇല്ലാത്തവയാണ്. വിഷമില്ലാത്തത് ഭൂരിപക്ഷം പാമ്പുകളും, കുറെ പാമ്പുകൾ വിഷവും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഈ പാമ്പുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവര് ഇപ്പോ ബേസിക്കലി ഒന്നുകിൽ അവർ ഇര അല്ലെ ഇണ, ഇത് രണ്ടും മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയും. ഒരു മൂർഖനും ഒരു ചേരയും തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. കാര്യം അവര് തമ്മിൽ പുറപ്പെടുവിക്കുന്ന ഫെറോമോണുകൾ നല്ല രീതിയിൽ, നാക്ക് തന്നെ കണ്ടിട്ടില്ലേ, നല്ല രീതിയിൽ മണം പിടിച്ചുകൊണ്ടാണ് പാമ്പ് വരുന്നത്. അപ്പം ഒരിക്കലും ഒരു ചേരയെ അതൊരിക്കലും ഒരു ഇണയായിട്ട് കാണില്ല. അത് ഗന്ധപരമായി തന്നെ അവോയ്ഡ് ചെയ്യും. പിന്നെ ചേരയ്ക്കും അത് വളരെ, ഒരു മൂർഖന്റെ അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു സൂയിസൈഡ് മിഷനാണ്, ഒരു വെൽറ്റ് ബോംബ് ഐറ്റം ആണത്. അതുകൊണ്ട് ഒരു ചേര അതൊരിക്കലും പ്രിഫർ ചെയ്യാൻ സാധ്യതയില്ല.